അത് നിയമമാണ്. അതിനെ സംബന്ധിച്ചുള്ള പ്രാമാണിക രേഖകളിലൂടെ വ്യക്തമാക്കിയിരിക്കുന്ന നിയത മാർഗമാണ്. അത് നടപ്പിലാകുന്നില്ല എങ്കിൽ അതെങ്ങനെ വിശ്വാസികൾ കണക്കിലെടുക്കണം എന്നുള്ളത് അത് സഭാധികാരികൾ ചെയ്യണം. അതായത് ഈ പുരോഹിതന്മാർ ഓരോരുത്തരും, അതാരാകട്ടെ, അത് പ്രത്യക്ഷത്തിൽ ഇങ്ങനെ എല്ലാവരെയും കൂടി ഒരു ലിസ്റ്റ് പ്രസിദ്ധീകരിച്ചിട്ട് കാര്യമില്ല. ഓരോ വ്യക്തിയും ഇന്ന വ്യക്തി ഇന്ന ഇടവകയിൽ ഉത്തരവാദിത്വപൂർവമായ കർത്തവ്യ നിർവഹണം നടപ്പിലാക്കിയിട്ടില്ല എന്നുള്ള ഒറ്റ കാരണം കൊണ്ട് സഭയുടെ കാനോനിക നിയമവ്യവസ്ഥകൾക്ക് അതേസമയം അദ്ദേഹത്തെ സഭയിൽ നിന്ന് പുറത്താക്കിയിരിക്കുന്നു എന്ന് പറയുക മാത്രമല്ല, അത് പരസ്യമായി പ്രഖ്യാപിക്കുകയും ഒപ്പം ഇത് ഭരണ സംവിധാനത്തിന് മുമ്പിലെത്തിക്കണം, ഭരണകൂടത്തെ അറിയിക്കണം. രാജ്യത്തിൻ്റെതായിട്ടുള്ള പ്രാദേശിക ഭരണ സംവിധാനങ്ങളുണ്ട്. അതായത് മുനിസിപ്പാലിറ്റികളെ, പഞ്ചായത്തുകളെ, ബ്ലോക്ക് പഞ്ചായത്തുകളെ, ജില്ലാ പഞ്ചായത്തുകളെ, ജില്ലാ ഭരണകൂടം. അതുപോലെ തന്നെ ഈ രൂപതയിൽ നിൽക്കുന്ന ഇടവകൾ ഏത് പരിസരത്താണോ അവിടെ കൃത്യമായി അറിയിക്കണം. കാരണം ഇവരിൽ നിന്ന് ധാരാളം രേഖകൾ പുറത്തു പോകേണ്ടതുണ്ട്. അവിടെ ഒരു മാമോദിസ സർട്ടിഫിക്കറ്റ് കൊടുക്കണമെങ്കിൽ ഈ പുരോഹിതന് ഒപ്പിട്ടാൽ അതിന് വാലിഡിറ്റി ഉണ്ടോ ഇല്ലയോ എന്ന് പരിശോധിക്കേണ്ടത് ഈ രേഖകളുടെ അടിസ്ഥാനത്തിലാണ്. ഒരേ സ്വരം, ഒരേ മനം, ഒരേ ബലി, ബലി. ഒരേ സ്വരം, ഒരേ മനം, ഒരേ ബലി, ബലി. കൈകൾ കോർത്തിടാം, ക്രിസ്തുവിലൊന്നാകാം. കൈകൾ കോർത്തിടാം, ക്രിസ്തുവിലൊന്നാകാം.